നല്ലോണം തിന്നോട്ടോ, എന്നാലല്ലേ വേഗം വലുതാവാൻ പറ്റൂ. ഗൗരിയേച്ചി, ഇതില് വെള്ളം മാറ്റാറായിട്ടോ. ഗീതു, നീ എന്താടി സ്കൂളിൽ വരാഞ്ഞ്? ഞങ്ങള് റിസൾട്ട് അറിഞ്ഞു വരുവാ. നമ്മൾ 5 പേരും ജയിച്ചു. ഞാൻ ജയിച്ചോ? കുട്ടിക്ക് എന്താ സംശയം? ബോർഡിൽ പേരിട്ടിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തോറ്റോ? ആ രഞ്ജിനിയില്ലേ, കുശുമ്പി, അവള് തോറ്റു. കഷ്ടമായി പോയി. ആ കുട്ടിയുടെ ഒരു കൊല്ലം വെറുതെ പോയില്ലേ. പോട്ടെ, എന്നാലേ അവള് പഠിക്കുള്ളൂ. എന്നാ ഞങ്ങള് പോട്ടെ. അമ്മ ഉറങ്ങുവാണോ? എന്താ നിനക്ക് വേണ്ടേ? അമ്മേ, ഞാൻ എന്താന്ന് വെച്ചാ പറയൂ കുട്ടി. എന്റെ റിസൾട്ട് അറിഞ്ഞു. ഞാൻ എഴുന്ന് ജയിച്ചു കേട്ടോ. ജയിക്കേ? ജയിപ്പിച്ചതാ. അമ്പലത്തിൽ നിന്ന് വരണ വഴിക്ക് സ്കൂളിലെ അപ്പുമാഷ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. തെക്കേപ്പാട്ടെ കുട്ടിയെ തോൽപ്പിക്കാനുള്ള വിഷമം കൊണ്ട് ജയിപ്പിച്ചാണത്രേ. ഇനി ഇങ്ങനെ മാഷന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും തെക്കേപ്പാട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ അപ്പുമാഷയുടെ അനിയൻ ജയപ്രകാശ് ഇവിടെ വരും നിനക്ക് ട്യൂഷൻ എടുക്കാൻ. ഇനി ഇതിനെക്കുറിച്ചൊന്നും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ശരി, പൊയ്ക്കോ. ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും തെക്കേപ്പാട്ട് ഉണ്ടായിട്ടില്ല അത്രേ. ഇങ്ങനെ ഒരു അച്ഛനമ്മയും തെക്കേപ്പാട്ട് ഉണ്ടായിട്ടുണ്ടോ? മാഷുമാരെ പഠിപ്പിച്ചിട്ട് തലേക്ക് ഇറങ്ങില്ല. പിന്നെ ട്യൂഷൻ മാഷ്. ഇങ്ങനെ ജലക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തെണ്ടി പോവുള്ളൂ. ഇഷ്ടമെങ്കിലോ ഇതിനാണ് ആരോ മത്ത് ആരെയും കാണുന്നില്ലല്ലോ. എന്താ മോളെ? കുട്ട, വേഗം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അയ്യോ അയ്യോ, ഇതിപ്പോ ചാവല്ലോ. ഗൗരിയച്ചേ, ജീവന്റെ തുടിപ്പുകൾ. ജീവന്റെ തുടിപ്പുകൾ എൻ കൺമുന്നിൽ പിടയുന്നു. പ്രാണവേദനയാൽ എന്മനം തേങ്ങുന്നു. സ്വർണ മത്സ്യങ്ങൾ പിടഞ്ഞു ചാകുന്നത് കണ്ടപ്പോഴുള്ള ഗീതാഞ്ജലിയുടെ വേദന അല്പം ഒന്ന് ശമിച്ചത് ആ വരികൾ കുത്തിക്കുറിച്ചപ്പോഴാണ്. അടുത്തൊരു ദിവസം വീണ്ടും ഗീതാഞ്ജലിയുടെ അച്ഛൻ വന്നു. അച്ഛാ, അച്ഛന് ചായ വേണോ? നീ ഇവിടെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നോ? ഒക്കെ കള്ളത്തിനെ പഠിപ്പിച്ചിട്ടുള്ളൂ.
എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തും വരണേ? പേടിയായിട്ടാ. എന്തിനാ പേടിക്കണേ? ഇങ്ങ വന്നേ, അച്ഛന്റെ അടുത്ത് വരാൻ പേടിക്കേ? കുട്ടികളെ ഓരോ പഠിത്തം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. നിന്റെ അമ്മയൊന്നും ഇല്ല ഇവിടെ, കണ്ടില്ല? അമ്മ അകത്തുണ്ടാവും. എവിടെയെങ്കിലും കിടക്കട്ടെ. മോള് പോയി ആ ശങ്കരനോട് കുറച്ച് വെള്ളവും ഒരു ഗ്ലാസും കൊണ്ടുവരാൻ പറയും. സീത കല്യാണ വൈഭോഗം രാമ കല്യാണ. പിന്നെ കേറി വരുമ്പോ സ്വീകരിക്കാത്തുള്ള ദേഷ്യ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഉള്ളൂ. ഞാനിവിടെ ആരും കാത്തിരിക്കണമെന്നില്ല. ആ പഞ്ചാബി പെണ്ണ് ഏഷണി കയറ്റി വിട്ടിരിക്കാവും. തെക്കേപ്പാട്ട വിലാസിനോട് അവളുടെ കളി. എന്തിനാ മോള് കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാ ഗൗരിച്ചി. അത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, അമ്മയായിട്ട് പിണക്കത്തിലല്ലേ, അതിന്റെയാ. മോൾ അതൊന്നും കാര്യാക്കണ്ട. മോക്ക് വിശക്കുണ്ടോ? എനിക്കൊരു വിശപ്പും ഇല്ല. എന്റെ അച്ഛനും അമ്മ ഒരിക്കലും സ്നേഹമല്ലേ ഗൗരിച്ചി? ഒക്കെ ശരിയാവും മോളെ, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? നീ ഒപ്പിട്ട് തരും. നീ ഏത് തെക്കേപ്പാട്ട് വിലാസിനെ നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കും. നടക്കില്ല. ഈ ജന്മം ഞാനിതിൽ ഒപ്പിട്ട് തരുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പോയത് ഇത് ഇവിടെ അവസാനിപ്പിക്കണമെന്ന്. അന്ന് ഞാനതിനുള്ള മറുപടിയും പറഞ്ഞതാ. പിന്നെ എന്തിനാ ഈ നാടകം കളിക്കണേ? നിന്റെ അവസാനത്തെ തീരുമാനമാണത്. എനിക്ക് ആദ്യവും ഇല്ല അവസാനവും ഇല്ല. തെക്കേപ്പാട്ടി പെണ്ണുങ്ങളാരും പല ഭർത്താക്കന്മാരെ കെട്ടി ചരിത്രവും ഇല്ല. അതെ, നീ ഒന്ന് ഒഴിവായി പോണെങ്കിലേ ഞാൻ എന്താ ചെയ്യേണ്ടത്? പണം വല്ലതും വേണോ നിനക്ക്? ആർക്ക് വേണം നിങ്ങളുടെ പണം? വിലാസിനിമേ കാശുകൊണ്ട് അളക്കാൻ നോക്കല്ലേ. ഒരു കുട്ടി ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട് അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തോളാം. ഇതിന്റെ പേരും പറഞ്ഞ് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന്. ഇവിടെ ആരും നിങ്ങളെ കാത്തിരിക്കണില്ല. എടി, ശങ്കര, കുമാരനില്ലല്ലോ ഇവിടെ? ഇല്ല. സാറിന് എന്താ ഭക്ഷണം എടുത്തു വെക്കാത്ത ഗൗരിയെ? അടുക്കളയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. ആ, ഈ കുട്ടി എന്താ ഇവിടെ കിടന്നുറങ്ങണേ? ഇതിനെ മുറി കൊണ്ട് കിടത്ത്. അത് ഉറങ്ങണമെന്നല്ല, കരഞ്ഞു കരഞ്ഞ് തളർന്നു കിടക്കുക. വല്ലാത്തൊരു ജന്മം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൗരി? ആ, മൂപ്പര് തിരക്ക് കൂട്ടുന്നു, ഭക്ഷണം എടുത്ത്. കുപ്പിയിലുള്ളത് മുഴുവൻ വലിച്ചു കയറ്റിയാ പിന്നെ വയറ് കത്താതിരിക്കോ? ശങ്കരേട്ട വാ. അച്ഛൻ പോട്ടെ മോളെ. നിനക്ക് കുറച്ച് വൃത്തിയും വെടുപ്പായിട്ടൊക്കെ നടന്നൂടെ? എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കണേ? മോളുടെ അച്ഛനല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ. അതെങ്ങനെയാ? ഒന്നിനും നിന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ അല്ലേ? അച്ഛനിനി എന്നാ വരിക? എന്തിനാ വരണേ? ഇനി വരണില്ല. മോൾക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് പോരെ. ആ, ഫ്ലൈറ്റിന് നേരെ. അച്ഛൻ പോട്ടെ മോളെ.